ISROൻ്റെ കീഴിലുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിലോട്ടുള്ള വിവിധ വേക്കൻസീസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ 103 വേക്കൻസീസാണുള്ളത്. ഈ ഒരു തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ 9, 2024 ടെക്നീഷ്യൻ ബി അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ബി എന്നുള്ള തസ്തികയിലോട്ട് 56 വേക്കൻസിയാണുള്ളത്. യോഗ്യത 10th ലെവൽ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ITI, NTC, NAC. ഇതിലോട്ടുള്ള ഏജ് ലിമിറ്റ് 18-നും 36-നും ഇടയിലുള്ളവർക്ക് 35-നും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു സാലറി സ്കെയില് 32,550 രൂപയാണ്. പിന്നീടൊരു തസ്തികയാണ് മെഡിക്കൽ ഓഫീസർ. അത് ST വിഭാഗത്തിനാണ് 2 ഒഴിവുള്ളത്. യോഗ്യത 60% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ MD. പ്രായപരിധി 18-നും 35-നും ഇടയിൽ. സാലറി സ്കെയില് 1,01,550 രൂപ. പിന്നെ മെഡിക്കൽ ഓഫീസർ ST വിഭാഗത്തിൽ ഒരു ഒഴിവുണ്ട്. യോഗ്യത MBBS. പ്രായം 18-നും 35-നും ഇടയിലായിരിക്കണം. സാലറി സ്കെയില് 84,150 രൂപ. സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റിലോട്ട് 10 വേക്കൻസീസാണുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. പ്രായപരിധി 18-നും 30-നും ഇടയിലായിരിക്കണം. സാലറി സ്കെയില് 84,150 രൂപ. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലോട്ട് 28 വേക്കൻസിയാണുള്ളത്. അതിന് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രായപരിധി 18-35 വയസ്സ് വരെ. സാലറി സ്കെയില് 67,350 രൂപ. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് ഒരു ഒഴിവാണുള്ളത്. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ശാസ്ത്ര ബിരുദം. 1,350 രൂപ. അസിസ്റ്റൻറ്റ് രാജ്ഭാഷയിലോട്ട് 5 വേക്കൻസിയാണുള്ളത്. 60% മാർക്കോടെയുള്ള വിജയവും. പ്രായപരിധി 18-നും 28-നും ഇടയിൽ. 250 രൂപ. ഇനി ഇതിലോട്ട് എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലോട്ട് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. പോരാഞ്ഞിട്ട് ബാക്കിയുള്ള തസ്തികയിലോട്ടാണെങ്കിൽ റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. അതിന് ഫോളോ ചെയ്തിട്ട് ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും പരീക്ഷാ കേന്ദ്രം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ മെഡിക്കൽ ഓഫീസർ, സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തസ്തികയിലോട്ട് 750 രൂപയും മറ്റ് തസ്തികയിലോട്ടാണെങ്കിൽ 500 രൂപയാണ് ഫീസ് സ്ട്രക്ചർ ഉള്ളത്. പിന്നെ എഴുത്തു പരീക്ഷയ്ക്കും ഇൻ്റർവ്യൂവിനും വരുന്ന വനിതകൾക്ക്, അതുപോലെ SC/ST വിഭാഗത്തിലുള്ളവർക്ക്, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക്, വിമുക്ത ഭടന്മാർ ഇവർക്ക് മുഴുവൻ തുകയും, വിമുക്ത ഭടന്മാർക്കും മുഴുവൻ തുകയും മറ്റുള്ളവർക്ക് നിശ്ചിത ശതമാനം തുകയും തിരിച്ചു നൽകുന്നതായിരിക്കും. പിന്നെ ഇതിനൊരു അപേക്ഷ ഫീസ് ഓൺലൈൻ വഴിയാണ് അടയ്ക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് www.isro.gov.in എന്നൊരു വെബ്സൈറ്റ് വഴിയും അല്ലെങ്കിൽ hsfc.gov.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം തന്നെ ഫോട്ടോ, ഒപ്പ്, യോഗ്യത, സംവരണം ഇതിനെയൊക്കെ കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് പറ്റിയ വേക്കൻസീസ് ഉള്ള തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. താങ്ക് യു.